ഹായ്. അവിടെയല്ല, നിങ്ങൾക്കും ഒളിച്ചു കളിക്കാൻ ഇഷ്ടമാണോ ഇതുപോലെ? എങ്കിൽ വാ. ഗ്രീസില് 2ാം സെഞ്ചുറി മുതൽ ഹൈഡ് ആൻഡ് സീക്ക് നിലവിലുണ്ട്, നമ്മുടെ ഒളിച്ചുകളി. പക്ഷേ ഒളിച്ചുകളിക്ക് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. 2010 ഇറ്റലിയിലെ ബെർഗാമോയിലാണ് ഇത് തുടങ്ങിയത്. തമാശക്കാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോ അതിന്റെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇറ്റലിയിൽ നാസ്കോണ്ടിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് എന്നാണ് അർത്ഥം. നാസ്കോണ്ടിനോ ചാമ്പ്യൻഷിപ്പിന്റെ സമ്മാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അത് ഗോൾഡൻ ഫിഗ് ലീഫ് ആണ്. ആദം അവയും ആദ്യമായിട്ട് നാണം മറച്ചത് ഫിഗ് ലീഫ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ഫിഗ് ലീഫ് സമ്മാനമായിട്ട് കൊടുക്കും. ലോഗോയിൽ ഒരു ജീവി ഇങ്ങനെ കണ്ണു പൊത്തി നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? അതിന്റെ പേരാണ് മോൾ എന്ന് പറയുന്നത്. മോളും ഇതേപോലെ ഒളിച്ചു കളിക്കാരനാണ്. ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ കയറും, ഒളിച്ചു കളിക്കും, അടുത്ത കുഴിയിൽ പോകും, അവിടെ ഒളിച്ചു കളിക്കും. ഗുഗേഷ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആയത് നമ്മൾ അറിഞ്ഞു കാണും. പക്ഷെ നമ്മളെ കൊണ്ട് അത്രയൊന്നും പറ്റില്ല. പക്ഷെ നമുക്കൊരു ടീം ഇറക്കിയാലോ? ഹൈഡ് ആൻഡ് സീക്ക് ചാമ്പ്യൻഷിപ്പിൽ ആരൊക്കെയായിരിക്കും നിങ്ങളുടെ ടീമിൽ വേണ്ടത്? അല്ല, ഒളിച്ചു കളി എക്സ്പേർട്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും.